എക്കോ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇന്ന്. സിനിമ ആരംഭിക്കുന്ന ഫ്രെയിം അത് മോഹൻ പോത്തൻ്റെ ബാഗ് കാണിച്ചുകൊണ്ടാണ്. അതിലെഴുതിയിരിക്കുന്നത് ദി ജേണി നോട്ട് ദി ഡെസ്റ്റിനേഷൻ എന്നാണ്. യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല പ്രധാനം എന്നർത്ഥം. സിനിമയുടെ അവസാനം ഒരു ഓപ്പൺ എൻഡിംഗ് ആണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെച്ചിരിക്കുന്നത് എന്നർത്ഥമാക്കുന്ന വാക്കുകൾ. ഒരു ഫിക്സഡ് എൻഡിങ്ങോ ഫൈനൽ ആൻസറോ അല്ല പ്രധാനപ്പെട്ടത്, പകരം ഓരോ ക്യാരക്ടറിൻ്റെയും ജീവിതയാത്രകളും അനുഭവങ്ങളും തീരുമാനങ്ങളുമാണ് പ്രധാനപ്പെട്ടത് എന്ന് കാണിക്കുക കൂടിയാണ് ഈ ഫ്രെയിമിലൂടെ. അവസാനം ഓഡിയൻസ് തീരുമാനിക്കട്ടെ ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു എന്നത്. ലോഡ്ജിലെ റിസപ്ഷനിലെ താക്കോലുകൾ തൂക്കി വെച്ചിരിക്കുന്ന ബോർഡിൽ കുറേയധികം മുറികളുടെ താക്കോലുകൾ കാണാനില്ല. അതിൽ 2 എണ്ണം 203, 208 ആയിരുന്നു. 203-ൽ മോഹൻ പോത്തനും 208-ൽ മണികണ്ഠനുമായിരുന്നു ആ ദിവസങ്ങളിൽ താമസമെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൂട്ടിയുടെ ജീപ്പിൻ്റെ പേര് ലീനാമോൾ എന്നാണ്. അപ്പൂട്ടിയുടെ മകളുടെ പേരാണ് ജീപ്പിനിട്ടിരിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽ നിങ്ങളെ ഞെട്ടിക്കും. പിയൂസ് കഥ എഴുതാനായി 1979 ഓഗസ്റ്റിലെ പ്ലേബോയ് മാഗസിൻ തുറക്കുമ്പോൾ കാണുന്നത് 2025 ജനുവരി 26-ന് ദി വീക്കിൽ പബ്ലിഷ് ചെയ്ത ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. 1980-കളിൽ നടക്കുന്ന കഥയിൽ ഈ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ലായിരുന്നു. മുറ്റമടിച്ചു വരുമ്പോൾ പിയൂസ് എടുത്തു നോക്കുന്ന മുളങ്കുറ്റി, അതിനകത്തൊന്നും കാണാത്തതുകൊണ്ട് പിയൂസ് അതെടുത്ത് മാറ്റിയിടുന്നുണ്ട്. മലേഷ്യയിൽ വെച്ച് ഇതേ മുളങ്കുറ്റിയിൽ നിറച്ച ഭക്ഷണം നായ്ക്കൾ യോസിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അവസാനം ഇതേ മുളങ്കുറ്റി കാണിക്കുമ്പോൾ അതിനകത്ത് ചോറിൻ്റെ അംശം കാണാം. മ്ലാത്തിച്ചെടുത്തി കുരിയാച്ചനെ തടങ്കലിലാക്കി അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് ഈ മുളങ്കുറ്റിയിലായിരുന്നു. സിനിമയുടെ തുടക്കത്തിലെ ചെറിയൊരു കാര്യം കഥ പോകുന്നതിനനുസരിച്ച് വലിയൊരു പ്രാധാന്യം വഹിക്കുന്നതായി കാണാം. കഥ നടക്കുന്ന കാട്ടുകുന്ന് എന്ന സ്ഥലം മാത്രമാണ് സിനിമയിലെ ഓരോ ക്യാരക്ടറും എടുത്തു പറയുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന ഭാഗമായ പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അത് കണ്ണൂരിലെ ജോസ്ഗിരി എന്ന സ്ഥലമാണെന്ന് വ്യക്തമാവും. ജോസ്ഗിരി തപാൽ ഓഫീസ് പിൻകോഡ് 670511. ഈ 6 അക്ക സംഖ്യ പിൻകോഡായി ഇന്ത്യൻ പോസ്റ്റിൽ നിലവിൽ വന്നത് 1972-ലാണ്. അതുകൊണ്ട് തന്നെ കഥ നടക്കുന്ന 1972-ന് ശേഷമാണെന്ന് പറയാം. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 14 പ്രാവശ്യം മ്ലാത്തിച്ചേടത്തേക്ക് കത്തുകൾ വന്നിട്ടുണ്ട് എന്ന് പാപ്പച്ചൻ സാറ് പറയുന്നുണ്ട്. അതിൽ തന്നെ കൂടെ പറയുന്ന ഒരു കാര്യം കത്തുകളിലെ പിൻകോഡ് നോക്കി കത്തുകൾ വന്നത് എവിടെ നിന്നാണ് എന്നൊക്കെ അന്വേഷിച്ചിരുന്നു എന്നുമാണ്. ഈ പിൻകോഡ് സിസ്റ്റം വന്ന് 1972 ഓഗസ്റ്റ് 15-ലായിരുന്നു. അപ്പോൾ കുരിയാച്ചൻ ഒടുവിൽ പോയത് 1972-ന് ശേഷമാണെന്ന് പൂർണ്ണമായി ഉറപ്പിക്കാം. പോസ്റ്റ് ഓഫീസിലെ കലണ്ടർ അതിൽ 20-ാം തീയതി ശനിയാഴ്ച റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അത് ദീപാവലിയാണ്. ഇതേ കലണ്ടർ മ്ലാത്തിച്ചേടത്തിയുടെ വീട്ടിലും കാണാം. അതിൽ 2-ാം തീയതി ചൊവ്വാഴ്ചയും റെഡ് കളറിലാണ്. ഇത് 1979 ഒക്ടോബറിലെ കലണ്ടറാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അവധിയാണ്, 20 ദീപാവലിയും അവധിയാണ്. ആരോ കാട്ടുകുന്ന് കയറി എന്ന് സംശയം തോന്നി പിയൂസ് മ്ലാത്തിച്ചേടത്തിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്ന സീൻ. വീട്ടിലെ എല്ലായിടത്തും പിയൂസ് ചേടത്തി അന്വേഷിച്ച് അവസാനം ചെല്ലുമ്പോൾ കാണുന്നത് മുറ്റത്ത് പട്ടി പ്രസവിച്ച കുഞ്ഞുങ്ങളെയും നോക്കി നിൽക്കുന്ന മ്ലാത്തിച്ചേടത്തിയാണ്. ഇതിനിടയിൽ അടുക്കളയിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ചക്ക ഉരുക്കി ചക്കപ്പഴം വെച്ചിരിക്കുന്നത് കാണാം. അന്നേ ദിവസം രാവിലെ പിയൂസ് മുറ്റമടിക്കുമ്പോൾ അരകല്ലിൻ്റെ അടുത്തായി ഒരു ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മ്ലാത്തിച്ചേടത്തി രാവിലെ അരിയിടാനായി തുടങ്ങുമ്പോഴും അടുത്തായി ചക്ക ഇരിക്കുന്നത് കാണാം. അതാണ് അടുത്ത സീനിൽ ചേടത്തി വെട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടിന്യൂറ്റി വളരെ ഭംഗിയായി ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് പിയൂസ് ചോദിക്കുമ്പോൾ ആരും വന്നില്ല എന്ന് ചേടത്തി പറയും. തുടർന്നുള്ള സംഭാഷണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ചേടത്തി ചോദിക്കും, കാണാൻ എങ്ങനെയിരിക്കും? പിയൂസ് മറുപടി പറയുന്നത്, ഒരു 100 മീറ്റർ അപ്പുറത്തു നിന്നാണ് കണ്ടത്, പിന്നെ അയാൾ ഓടിയപ്പോൾ സംശയം തോന്നി എന്നാണ്. അതിനുശേഷം മ്ലാത്തിച്ചേടത്തി സംശയത്തോടെ അകലേക്ക് നോക്കുന്നിടത്താണ് ആ സീനിൽ കട്ട് വീഴുന്നത്. വന്നയാൾ കുരിയാച്ചനാണോ എന്നുള്ള സംശയത്തിലാണ് ചേടത്തി കുരിയാച്ചനെ തടവിലാക്കിയ ഭാഗത്തേക്കാണ് നോക്കുന്നത്. പിയൂസിൻ്റെ താമസം മച്ചിൻ്റെ മുകളിലാണ്. അവിടെ നിന്നും മേൽക്കൂരയിലെ ഓടിളക്കി മാറ്റി പുറത്തേക്ക് നിന്ന് ബീഡി വലിക്കുന്ന ശീലം പിയൂസിനുണ്ട്. വലിച്ചു തീർത്ത ഒരുപാട് ബീഡി കുറ്റികൾ ഓടിൻ്റെ പുറത്ത് കിടക്കുന്നത് കാണാം. ചേടത്തിയെ കാണാൻ മകൻ ജോപ്പൻ വരുന്ന സീൻ. ജോപ്പൻ അപ്പോഴാണ് പിയൂസിനെ ആദ്യമായി കാണുന്നത്. അതിനർത്ഥം മകൻ അമ്മയെ കണ്ടിട്ട് 6 മാസത്തോളമെങ്കിലും ആയിട്ടുണ്ട്. ആ സീനിൽ പിയൂസ് മരത്തിൻ്റെ മുകളിൽ കയറി തേനെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ജോപ്പനെ കണ്ടതും പിയൂസ് മരത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലും. വീടിനകത്തെ ഒരു മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ ഇതിനു മുൻപെടുത്ത തേൻ അറകളോട് കൂടി കാണാം. ജോപ്പൻ പിയൂസിന് പൈസ കൊടുക്കുന്ന സീനിൽ ഓൾറെഡി പിയൂസിൻ്റെ പോക്കറ്റിൽ എന്തോ ഉണ്ട്, ചെറിയ ചതുരത്തിലുള്ള എന്തോ ഒന്ന്. അത് തേൻ എടുക്കാൻ വേണ്ടി മരത്തിൽ കയറുമ്പോൾ തീ കത്തിക്കാൻ വേണ്ടിയുള്ള തീപ്പെട്ടിയാണ്. ഷെയ്പ്പ് കാണുമ്പോഴും അത് തീപ്പെട്ടിയാണെന്ന് മനസ്സിലാവും. സോയിയെ അന്വേഷിച്ച് കുരിയാച്ചനും പോത്തനും വരുന്ന രംഗം. ഇതിലെ കുരിയാച്ചൻ്റെയും പോത്തൻ്റെയും സംഭാഷണങ്ങൾ തിയേറ്റർ റിലീസ് സമയത്ത് ട്രോളുകളായി വന്നിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം സോയിയുടെ ഭർത്താവ് മരിച്ചു എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യം എന്താണ്, അവർ തന്നെയല്ലേ യോസിയായി കുടുക്കിയത് എന്നതായിരുന്നു പ്രധാന സംശയം. സിനിമ കണ്ടവർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നതിന് കാരണം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും വിട്ടുപോയതാണ്. ഒന്ന്,
ഈ സംഭവങ്ങളെല്ലാം മ്ലാത്തി ചേട്ടത്തിയുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന കഥയുടെ ഭാഗമാണ്. 2 യഥാർത്ഥ സംഭവം മറച്ചു വെച്ചാണ് പിയൂസിനോട് ഇതെല്ലാം ചേട്ടത്തി പറയുന്നത്. സോയിയെ നായ കടിക്കുന്ന രംഗം. ഈ സീൻ ഞാൻ വെറുതെ ഫ്രെയിം ബൈ ഫ്രെയിം പ്ലേ ചെയ്തു നോക്കി. എനിക്ക് അറിയേണ്ടിയിരുന്നത് സോയിയുടെ കാലിൽ പട്ടി കടിച്ചിരുന്നോ എന്നായിരുന്നു. പക്ഷേ ഒരു ഫ്രെയിമിൽ പോലും നായ കാലിൽ കടിച്ചിരുന്നില്ല. നായ ആ കാലിൻ്റെ അടുത്തുകൂടി മുഖം കൊണ്ടുപോയതേ ഉള്ളൂ. ഒരു പ്രോപ്പ് ലെഗ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത നായയെ കൊണ്ട് കടിപ്പിച്ചിരുന്നെങ്കിൽ കൂടുതൽ റിയലായി ഫീൽ ചെയ്തേനെ. റേഷൻ കടയിൽ നിന്നും പിയൂസ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ കൂടെ മണ്ണെണ്ണയും കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന മണ്ണെണ്ണ നിറമില്ലാത്ത ഒരു ക്ലിയർ ലിക്വിഡാണ്. നമുക്കൊക്കെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മണ്ണെണ്ണയുടെ നിറം നീലയാണ്. രണ്ടും തമ്മിൽ ഉപയോഗത്തിന് വ്യത്യാസമൊന്നുമില്ല. ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്ന മണ്ണെണ്ണയെ ദുരുപയോഗം ചെയ്യാതിരിക്കാനും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് മറിച്ച് വിൽക്കാതിരിക്കാനും ഡൈ ചേർക്കുന്നത് കൊണ്ടാണ് നീല നിറം വരുന്നത്. ഈ നിറം മാറ്റം പൂർണ്ണമായും നടന്നത് ഏതാണ്ട് 90കളുടെ തുടക്കത്തിലായിരുന്നു. സിനിമയുടെ കാലഘട്ടം 80കളുടെ തുടക്കമായിരുന്നതുകൊണ്ട് കൃത്യമായ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോത്തൻ കൊണ്ടുവന്ന പട്ടിയുടെ അടുത്തേക്ക് ഒരൊറ്റ നായകൾ പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അയാൾ പിയൂസിനോട് പറയുന്നുണ്ട്. പിയൂസുമായുള്ള സംസാരത്തിനിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് പോത്തൻ തോക്കും ബൈനോക്കുലറുമായി പാഞ്ഞു പോകുന്ന രംഗം. പോത്തൻ ഓടിച്ചെന്ന് മലയുടെ താഴ്വാരങ്ങളിലേക്ക് ബൈനോക്കുലറുമായി നോക്കുമ്പോഴാണ് നായകൾ ആക്രമിക്കുന്നത്. ഇവിടെ പോത്തൻ ഓടിച്ചെല്ലാൻ കാരണം അയാൾ അത്രയും നാൾ ആ കാട്ടിൽ ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും നായകളുടെ ശബ്ദം കേട്ടിരുന്നില്ല. ആ ദിവസം അയാൾ കേട്ടത് നായകളുടെ ശബ്ദം മാത്രമായിരുന്നില്ല, കുരയ്ക്കുന്ന ശബ്ദത്തിൻ്റെ എക്കോ അഥവാ പ്രതിധ്വനി കൂടിയായിരുന്നു. അങ്ങനെ നായകളുടെ ശബ്ദം അലയടിച്ച് കേൾക്കണമെങ്കിൽ ചിലപ്പോൾ അത് മറ്റേതോ മലയുടെ താഴ്വാരങ്ങളിൽ നിന്നും വന്നതാവാം. അതുകൊണ്ട് കൂടിയാണ് പോത്തൻ അപ്പോൾ പാഞ്ഞു ചെല്ലുന്നത്. തിയേറ്ററിൽ ഓടുന്ന സിനിമ ഹോട്ടൽ പേൾ വ്യൂ മർഡർ കേസാണ്. സിനിമയുടെ ആരംഭത്തിൽ കാണിച്ചിരിക്കുന്ന വിഷ്വൽ 1940കളിലെ എറണാകുളത്തെ രാജേന്ദ്ര മൈതാനമാണ്. ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. കാരണം നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 1940ലെ രാജേന്ദ്ര മൈതാൻ എന്ന ചിത്രവും ഈ വീഡിയോയുമായി ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ചിത്രത്തിലെ ആളുകളെയൊക്കെ മായ്ച്ചു കളഞ്ഞ് ഒരു കാറിനെ ആഡ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കിയതുപോലെയുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ഒരു കാര്യം കൂടി, 1970 ഇറങ്ങിയ പ്രേം നസീർ ശാരദ അഭിനയിച്ച പേൾ വ്യൂ എന്ന സിനിമയുമായി എക്കോയിൽ കാണിക്കുന്ന സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൂട്ടി ഫ്ലാഷ് ബാക്ക് പറയുന്ന സീൻ 6 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അപ്പൂട്ടിയുടെ ജീപ്പിൻ്റേത് പുതിയ പെയിൻറ്റിംഗ് ആണ്. മാത്രമല്ല അതിൽ ജീപ്പിൻ്റെ പേരുമില്ല. മിക്കവാറും അപ്പൂട്ടി ജീപ്പ് വാങ്ങിയത് അപ്പോഴായിരിക്കാം. അല്ലെങ്കിൽ അന്ന് പെയിൻ്റ് അടിച്ച് ഫ്രഷായി പുറത്തിറക്കിയതും ആവാം. ജീപ്പ് പണിക്ക് വെച്ചിട്ട് ഒരാഴ്ച മാറി നിന്നോളാൻ കുര്യാച്ചൻ അപ്പൂട്ടിയോട് പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കാം ജീപ്പിൽ ലീന മോൾ എന്ന പേര് എഴുതിയത്. 6 വർഷങ്ങൾക്ക് മുൻപ് കുര്യാച്ചൻ ഒളിവിൽ പോകുന്നതിന് മുൻപ് കാട്ടുകുന്നിലേക്ക് വരുന്ന രംഗം. അപ്പോൾ വീട്ടിലെ ചുമരിൽ വെച്ചിരിക്കുന്ന കലണ്ടർ കൂർഗ് കെന്നൽ ക്ലബിൻ്റെ കലണ്ടറാണ്. ഇതേ ലോഗോയുള്ള ബാഗ് സിനിമയിൽ മുൻപും കാണിച്ചിട്ടുണ്ട്. ആ ബാഗിൽ നിന്നുമാണ് മലേഷ്യയിൽ വെച്ച് സോയിക്കുള്ള ഡ്രസ്സ് കുര്യാച്ചൻ എടുത്തു കൊടുക്കുന്നത്. ഈ കലണ്ടർ 1973 ജൂൺ മാസത്തിലേതുമായി സിമിലറാണ്. സിനിമയുടെ കഥ നടക്കുന്ന കാലത്ത് മ്ലാത്തി ചേട്ടത്തിയുടെ വീട്ടിലുള്ള കലണ്ടർ കൃത്യം 6 വർഷം കഴിഞ്ഞുള്ള 1979 ഒക്ടോബറിലേതാണ്. പിയൂസ് കൊടുത്ത കുപ്പിയിലെ വെള്ളത്തിൽ കൊല്ലാനുള്ള വിഷമായിരുന്നില്ല കലർത്തിയിരുന്നത്, മയങ്ങാനുള്ള വിഷമായിരുന്നു. കൊല്ലാനായിരുന്നെങ്കിൽ വീണ് കിടക്കുന്ന സോമനെയും സുകുമാരനെയും അവിടെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കാട്ടിൽ മറവ് ചെയ്തോ പിയൂസ് പോയേനെ. നിലത്ത് കിടക്കുന്ന സോമനെ മരത്തിൽ ചേർത്ത് കെട്ടാൻ കാരണം അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇനി എക്കോയെക്കുറിച്ചുള്ള ചെറിയൊരു അനാലിസിസ് കൂടി പറഞ്ഞുകൊള്ളട്ടെ. സിനിമയുടെ പേര് എക്കോ ഫ്രം ദി ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യാച്ചൻ, അതായത് എക്കോ കുര്യാച്ചൻ്റെ അനന്തമായ വൃത്താന്തങ്ങളിൽ നിന്ന്. കുര്യാച്ചൻ്റെ ചരിത്രത്തിലെ അനന്തമായ സംഭവവികാസങ്ങളിലാണ് സിനിമ പറയുന്ന കഥ കിടക്കുന്നത്. സിനിമയിൽ അങ്ങിങ്ങായി കുര്യാച്ചൻ്റെ ചരിത്രത്തിലെ പല ഏടുകളും പലരിലൂടെയും പ്രേക്ഷകന് മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. ഓരോരുത്തരും പറയുന്ന വ്യത്യസ്തമായ കഥകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. മ്ലാത്തി ചേട്ടത്തി പറഞ്ഞാണ് കുര്യാച്ചൻ്റെ മലേഷ്യയിലെ യാത്രയെക്കുറിച്ചും സോയിയെ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രേക്ഷകൻ അറിയുന്നത്. ആ കഥയിലെ പൂർണ്ണമായ സത്യങ്ങൾ പ്രേക്ഷകൻ പിന്നീട് അറിയുന്നത് മോഹൻ പോത്തൻ പറയുമ്പോഴാണ്. പാപ്പച്ചൻ പറഞ്ഞാണ് കക്കയം പോലീസ് ക്യാമ്പിലെ തടവുകാരെ കുര്യാച്ചന് തൻ്റെ നായയെ കൊണ്ട് ദ്രോഹിച്ച കഥയറിയുന്നത്. അപ്പൂട്ടിയുടെ പലപ്പോഴായുള്ള കഥ പറച്ചിലിൽ നിന്നും പെരുമ്പാവൂരും തിരുവല്ലയിലും കുര്യാച്ചനും മറ്റ് 2 കുടുംബങ്ങളുണ്ടായിരുന്നുവെന്നും അവിടെയൊക്കെയാണ് പട്ടിക്കച്ചവടം എന്നും മനസ്സിലാവും. മോഹൻ പോത്തൻ്റെ സംഭാഷണത്തിൽ നിന്നും കൊല്ലത്തും കോവളത്തും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളിൽ ആളുകളെ കൊന്നുകളഞ്ഞെന്നും കോയമ്പത്തൂരുണ്ടാക്കിയ പ്രശ്നം കാശ് കൊടുത്ത് ഒതുക്കിയെന്നും പറയുന്നുണ്ട്. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ഒരു മൃഗഡോക്ടറുമായി പോലീസ് കേസും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസറെ കൊന്നതിന് പണ്ട് കുര്യാച്ചൻ ഒളിവിൽ പോയിട്ടുണ്ടെന്നും സെറ്റിൽമെൻറ്റിന് ശേഷമാണ് കുര്യാച്ചൻ തിരിച്ചു വന്നതെന്നും പോത്തൻ പറയുന്നുണ്ട്. നേവിക്കാരനായ നരേൻ്റെ ക്യാരക്ടർ പറയുന്നതനുസരിച്ച് കുര്യാച്ചൻ്റെ ശത്രുക്കളിൽ പലരും മരിച്ചു കഴിഞ്ഞു. പോത്തനെ പോലെ വീണു മരിച്ചവർ, പുഴയിൽ മുങ്ങി മരിച്ചവർ, കയ്യിലെ ഞരമ്പ് മുറിച്ച് മരിച്ചവർ, ബ്രേക്ക് കേബിൾ മുറിഞ്ഞ വണ്ടിയിൽ പോയി ആക്സിഡൻറ്റിൽ മരിച്ചവർ, അങ്ങനെ കുറേ പേർ. പിയൂസ് കുര്യാച്ചൻ്റെ കൂടെ കൂടുന്നതിൻ്റെ കഥ അവൻ തന്നെ പറയുന്നുണ്ട്.
പോലീസിനും മിലിറ്ററിയിലും പട്ടികളെ സപ്ലൈ ചെയ്തിരുന്ന കഥയും പാപ്പച്ചൻ പറയുന്നുണ്ട്. കൂടെ നടന്ന് ചതിക്കപ്പെട്ടവരിൽ ഒരാളാണ് ഈ നേവിക്കാരൻ എന്നതും പ്രേക്ഷകൻ തിരിച്ചറിയുന്നുണ്ട്. അനേകം കഥകളുടെ അവസാനം ശത്രുക്കൾ ഒരുപാട് പേര് തീർന്നിട്ടും ഇനിയും ഒരുപാട് പേര് ബാക്കിയാണെന്നത് മറ്റൊരു സാധ്യത. സിനിമ പറയുന്നത് നേവിക്കാരൻ അയാൾ തന്നെയാണ് DYSP എന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ നേവിക്കാരൻ കുര്യാച്ചനെ അന്വേഷിച്ച് വരുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നതും അയാൾ കുര്യാച്ചൻ്റെ തിരോധാനത്തെക്കുറിച്ച് ഒരു തുമ്പുണ്ടാക്കുന്നിടത്താണ് കഥ തീരുന്നതും. അതിനോടൊപ്പം ചുരുളഴിയുന്ന മറ്റ് കഥകളുമുണ്ട്. പിയൂസിനെ ചേടത്തി തിരിച്ചറിയുന്നത്, ചേടത്തിയെ മണികണ്ഠൻ തിരിച്ചറിയുന്നത്, അപ്പൂട്ടിയുടെ രഹസ്യങ്ങൾ പുറത്താകുന്നത്, നായ്ക്കളുടെ യഥാർത്ഥ യജമാനൻ ആരാണെന്ന് വെളിപ്പെടുന്നത്, മോഹൻ പോത്തൻ്റെ അവസാനം, കുര്യാച്ചൻ്റെ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസിൻ്റെ അന്ത്യം എന്നിങ്ങനെ സിനിമയെ അവശേഷിപ്പിക്കുന്ന അനവധി ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. സിനിമയുടെ അവസാനം മാത്രമല്ല, പോകുന്ന വഴിയൊക്കെ ഓരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കുന്നു. സിനിമ ഇറങ്ങിയപ്പോൾ പലയിടത്തായി കണ്ടിരുന്ന കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒരു വീഡിയോയായി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ശ്രമിക്കൂ. അതുപോലെ കൃത്യമായ ടൈം ലൈൻ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ടൈം ലൈനിൽ പറഞ്ഞിരിക്കുന്ന വർഷങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്നെനിക്ക് OTT റിലീസിന് ശേഷമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. സിനിമയിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ കഥ പറയുന്നുണ്ട്. 1941-42 ജപ്പാൻ മലായ ആക്രമിച്ചത്. സിനിമയിൽ കാണിക്കുന്ന ഏറ്റവും പുതിയ കലണ്ടർ 1979 അപ്പോൾ 1941 മുതൽ 79 വരെയുള്ള പല സന്ദർഭങ്ങളുമാണ് സിനിമ പറയുന്നത്. പിയൂസിനോട് നേവിക്കാരൻ എത്ര നാളായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ പിയൂസ് മറുപടി പറയുന്നത് ജൂണിൽ 6 മാസം ആവുമെന്നാണ്. പക്ഷേ ആ ദിവസം പോസ്റ്റ് ഓഫീസിൽ കാണിക്കുന്ന കലണ്ടർ ഒക്ടോബറിലേതാണ്. എന്തോ കണക്ഷൻ വിട്ടുപോയതുപോലെ. ഒക്ടോബർ മാസത്തിൽ ഒരാൾ എത്ര നാളായി ഈ നാട്ടിൽ വന്നിട്ട് എന്ന് ചോദിച്ചാൽ അയാൾ ജൂണിൽ 6 മാസം ആവും എന്ന് പറയാനുള്ള സാധ്യത തീരെയില്ല. ഇതിനു മുൻപ് ഒളിവിൽ പോയപ്പോഴും കുര്യാച്ചൻ അപ്പൂട്ടിക്ക് കത്തുകൾ എഴുതി കൊടുത്തിരുന്നു. അതൊക്കെ അപ്പൂട്ടി പെട്ടിയിൽ നിന്നെടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ കത്തുകളും ഒരേ ഫോർമാറ്റിലാണ്, പിൻകോഡ് സഹിതമാണ് എഴുതിയിരിക്കുന്നത്. കുര്യാച്ചൻ അവസാനമായി ഒളിവിൽ പോകുന്ന 1973 1972 ഇന്ത്യയിൽ പിൻകോഡ് നിലവിൽ വന്നത് തന്നെ. പിന്നെ എങ്ങനെ അതിനു മുൻപുള്ള കത്തുകളിലെ അഡ്രസ്സിൽ പിൻകോഡ് എഴുതി വയ്ക്കും? ഇതിനൊന്നും ഉത്തരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പോലീസുകാരായിരുന്ന ലോറി ഡ്രൈവറും ക്ലീനറും ചേർന്ന് കാട്ടിൽ വെച്ച് മണികണ്ഠനെ പിടികൂടാൻ നടത്തുന്ന ശ്രമം. ആ രംഗത്തിൽ സുകുമാരൻ പറയുന്നത് നീ കുര്യാച്ചൻ്റെ ശിഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ്. പിയൂസ് മണികണ്ഠനാണെന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അതറിഞ്ഞ് ആ സമയം തന്നെ അവനെ പിടികൂടാതിരുന്നത്? അവസാനം കുര്യാച്ചൻ ഒളിവിൽ പോകാൻ കാരണമായ കുത്തുകേസിൽ അത് ചെയ്തത് മണികണ്ഠനാണ്. പോലീസിനെല്ലാം അറിയാമെങ്കിൽ യഥാർത്ഥ പ്രതി മണികണ്ഠനാണെന്നും അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അവനെ പിടികൂടിയതിന് ശേഷം കുര്യാച്ചനെ തപ്പിപ്പോയാലും മതിയായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് തന്നെ അങ്ങിങ്ങായി പാളിപ്പോയൊരു എഴുത്തായിപ്പോയി എക്കോയുടേത് എന്നെനിക്ക് തോന്നി. കഥയിൽ ചോദ്യമില്ല എന്നറിയാം, എന്നാലും ആർക്കെങ്കിലും ഇതിനൊക്കെ ഉത്തരം അറിയാമെങ്കിൽ കമൻ്റായി ചേർക്കൂ. I have no say in it, Gibbs. It's a pirate's life for me. Savvy. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.